അൻസാരി സൂര്യ ഉസ്താദിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കൃഷ്ണൻ രാജ് വക്കീൽ എഴുതിയ ഒരു പോസ്റ്റ് എന്നെ ബേസ് ചെയ്തിട്ട് പുള്ളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആഹാ കൊള്ളാലോ. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴേ എഴുതിയിട്ടിരിക്കുന്നത് പുള്ളി പറയുന്നത് കേട്ടിട്ടാണ് എനിക്ക് ഇതിനകത്തൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടെന്നുള്ളത് പറയാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. സൂര്യ ഉസ്താദ് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ കൃഷിയിടത്തിനെ പറ്റിയിട്ട് ഹിന്ദുമത വിശ്വാസത്തിലുമുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണ്, ഹിന്ദുമത വിശ്വാസത്തിലുമുണ്ട് കൃഷിയിടത്തിനെ പറ്റി, ഇസ്ലാമിലുമുണ്ട്. അത് അവർക്കുള്ളത് കൊണ്ട് നമുക്കും ഉണ്ട്, അതുകൊണ്ട് തെറ്റില്ല എന്നതല്ല അഭിപ്രായം. ഒരിക്കലും അതൊരു നല്ല അഭിപ്രായമല്ല. ഈ അന്ന് കാലഘട്ടങ്ങളിൽ, അതായത് ഈ ഗോത്ര കാലഘട്ടങ്ങളിലായിരുന്നാലും ഇപ്പോഴാണല്ലോ ആളുകൾ മറ്റ് തൊഴിൽ മേഖലകളിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും മാറുന്നതും ഒക്കെ. പക്ഷെ ബേസിക്കലി കൃഷിക്കാരായിരുന്നു നമ്മുടെ പുരാതന മനുഷ്യരൊക്കെ തന്നെ കൃഷിയോട് റിലേറ്റ് ചെയ്ത് തന്നെയാണ്. അവർക്ക് കർഷക വൃത്തിയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നും അല്ലേ? ആ ലെവലിലുള്ളവർക്ക്, അങ്ങനെയുള്ള മനുഷ്യർ ഏറ്റവും പുണ്യമായി കരുതുന്നത് ഈ പറയുന്നതാണ്, കൃഷിയിടങ്ങൾ തന്നെയാണ്. പിന്നെയാണ് മാറി പാട്ട വ്യവസ്ഥയും മറ്റതും ബ്രാഹ്മണ ഇരുന്ന് തിന്നുക, അയാൾക്ക് പ്രത്യേകിച്ച് പ്രയർ, അങ്ങനെയുള്ള ഒരു പണ്ഡിത ശൃംഖല വേറെ വരുന്നു, പണ്ഡിതന്മാർ ഭയങ്കര സംഭവമാവുന്നു, ദൈവത്തിനേക്കാൾ അതീതരാകുന്നു, അങ്ങനെ ഒരു ടേമൊക്കെ വരുന്നതിലാണ് അതൊക്കെ വല്ലാണ്ട് വൃത്തികേടിലേക്ക് പോകുന്നത്. ചേറിലും ഇതിലും കിടക്കുന്നവരൊക്കെ അത് കുറഞ്ഞവരാണെന്ന് പറയുന്നു. സത്യത്തിൽ അവരാണ് ഏറ്റവും ഗ്രേറ്റ്, അവരെയാണ് തൊഴേണ്ടത്. അയാൾ ചേറി ചവിട്ടിയാലേ നമുക്ക് ചോറി കൈവയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഉച്ച നീചത്വങ്ങളാണ് ഏറ്റവും കൂടുതൽ മാറി നിർത്തേണ്ടത് എല്ലാ മതങ്ങളിലുള്ള പ്രശ്നം. ഈ ഇസ്ലാം മതത്തിനെ ശരിക്കും പഠിച്ചു എന്ന് പറയുന്നവർക്ക് പോലും ഇത് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് കഷ്ടമെന്നേ പറയാനുള്ളൂ. കൃഷിയിടം എന്ന് പറയുന്നത്, കൃഷിഭൂമി അവർ അത്രത്തോളം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ സെക്ഷുവാലിറ്റി ഇല്ലെങ്കിലുണ്ടോ? എവിടെയും ഉണ്ട് സെക്ഷുവാലിറ്റിയെ വേണ്ട എന്നോ അതിനെ നീക്കി നിർത്തുന്ന ഒരു വിഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ക്രൈസ്തവരാണ്. അവർ കന്യാസ്ത്രീകൾ, പിന്നെ പള്ളിയിലെ അച്ഛൻ, വികാരി അച്ഛൻ, ഇങ്ങനെയൊക്കെ വികാരമില്ലാത്ത അച്ഛൻ, വികാരി അച്ഛൻ, അങ്ങനെയൊക്കെ ആക്കി വെക്കുന്നത് അവരാണ്. അല്ലാതെ ഈ പറയുന്ന കാറ്റഗറിയിൽ സെക്ഷുവാലിറ്റി ഈസ് ദെയർ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് മതത്തിന്റെ വൾഗർ വശങ്ങൾ പറയണം. വൾഗാരിറ്റി ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നതും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തതും ഇവരുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്. എത്ര വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവിടെ ഒരു സദാചാരവാദം പോലും ഇല്ല. ഒരു രീതിയിലുള്ള സദാചാരവും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു വൃത്തികേടാണ് പറയുന്നത്. അവിഹിതം റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇന്ദ്രന്റെ കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലായിരുന്നു. മഹർഷിയുടെ ഭാര്യയെ ആഗ്രഹിക്കുന്നു, കല്യാണം കഴിക്കാൻ പറ്റുന്ന സമയത്ത്, അതായത് സ്വയംവര സമയത്ത് ഒരു പ്രപ്പോസൽ വെക്കുമ്പോൾ ആ പ്രപ്പോസൽ നെഗ്ലക്ട് ചെയ്യപ്പെടുകയും പിന്നീട് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന മഹർഷിയുടെ പുറകെ പോയിട്ട് മഹർഷിയേക്കാൾ ഉപരി മഹർഷി ഇല്ലാത്ത സമയത്ത് മഹർഷിയുടെ രൂപത്തിൽ ചെന്ന് ആ പെണ്ണിനെ പ്രാപിക്കുകയും അഹല്യയെ അത് കണ്ടുകൊണ്ടുവരുന്ന മഹർഷി ഇയാളെ ശപിക്കുകയും 1000 കണ്ണുള്ളവനായിട്ട് ജനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഇന്ദ്രൻ മറ്റൊരു പെണ്ണിനെ, മറ്റൊരുത്തന്റെ ഭാര്യയെ ആഗ്രഹിക്കുകയാണ്. അതിൽ കൂടെ ശാപം കിട്ടിയ കഥ ഉണ്ട് അതിനകത്ത്. അപ്പം വ്യഭിചാരം എവിടെയാണുള്ളത്? അവിഹിതം എവിടെയാണുള്ളത്? ഇനി ഉർവശി, മേനക, രംഭ, തിലോത്തമ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ഇതൊക്കെ അതിനകത്തല്ലേ ഉള്ളത്. അവിടെയും മദ്യവും മദ്രാശിയും ഒക്കെ കിട്ടുന്നല്ലേ. കഥകൾ എന്താണ് പറയുന്നത്? ഈ പാലാഴി കടയൽ, അതിനകത്ത് എന്താണുള്ളത്? ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന കുറേയധികം പ്രോബ്ലംസിനെ എല്ലാം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഹൈഡ് ചെയ്തിട്ടാണോ ഇവർ ഇസ്ലാം സെക്സ് മതം എന്ന് പറയുന്നത്? ഇസ്ലാമിൽ എന്താണ് സെക്ഷുവാലിറ്റി? എന്താണ് പ്രശ്നം? 5 ആണുങ്ങളെ കല്യാണം കഴിച്ച ചരിത്രം പറയുന്നത് എവിടെയാണ്? 5 പേരെ വ്യഭിചരിച്ച ചരിത്രം പറയുന്നത് എവിടെയാണ്? കുന്തി ദേവിയുടെ ഇഷ്യൂ എന്താണ്? ചിന്തിക്കുക. പിന്നെ ഇവിടെയാണ് പെണ്ണുങ്ങൾ കൂടുതൽ, ആണുങ്ങൾ കൂടുതൽ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. അന്തപുരങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഏത് വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ അന്തപുരങ്ങൾ? അന്തപുരം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്താണത്? അവിടെ എത്ര പേരുണ്ട്? ഭാര്യമാരെ മാത്രമാണോ രാജാക്കന്മാർ ഭോഗിച്ചിരുന്നത്? ഇനി പോട്ടെ, ഇവരൊക്കെ പറയുന്ന രാമന്റെ പിതാവിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ആ ഭാര്യമാരുടെ തല്ലിപ്പിടി കൊണ്ട് മക്കൾ ദുരിതം അനുഭവിച്ചു. അത് രാമൻ കാട്ടിലേക്ക് പോകപ്പെട്ടത് എന്തുകൊണ്ടാണ്? അങ്ങേർക്ക് 4-5 പെണ്ടാട്ടിമാരുള്ളതുകൊണ്ടാണ്. ഒരു പെണ്ണുമ്പിളയായിരുന്നെങ്കിൽ പോകുമായിരുന്നോ? 4-5 എണ്ണം ഉണ്ട്. ഇനി അവരുടെ വിവാഹം എടുത്തു നോക്കൂ, അതെന്താണ്? അവരുടെ കുഞ്ഞുണ്ടായതിന്റെ കഥ എടുത്തു നോക്കുക, അതെന്താണ്? പായസം കുടിച്ചാണോ കൊച്ചുണ്ടാവുന്നത്? അതേപോലെ ജനകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെയും ചരിത്രം എടുത്തു നോക്ക്. കൃഷിയിടത്തിൽ നിന്നാണ് സീതയെ കിട്ടുന്നത്. കലപ്പ കുത്തിയപ്പോഴത്തേക്ക് പെട്ടിക്കകത്തുനിന്ന് വന്നെന്നാ പറയുന്നത്. നിങ്ങളത് അവരുടെ ഇമാജിനേഷനിൽ അന്ന് എഴുതി വെച്ച സംഗതി ഇന്നത്തെ എടുത്ത് നോക്ക്. ഇന്ന് നമ്മൾ ചെളി കുത്തി ഇങ്ങനെ പിന്നെ നമ്മളൊരിടത്ത് ഉഴുതോണ്ടിരിക്കുമ്പോൾ പെട്ടിക്കകത്തുനിന്ന് ഒരു കുട്ടിയെ കിട്ടിയ ഇത് ദൈവം തന്നെയാണെന്ന് പറയാം. ഒന്നുമല്ല, DNA ടെസ്റ്റ് എടുക്കൂലേ? എവിടെ നിന്നൊക്കെ ആള് മിസ്സായിട്ടുണ്ട്, എത്ര പേര് എവിടെയൊക്കെ പ്രസവം നടത്തിയിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കുവോ? കൃത്യം അത് ആരെ കുട്ടിയാണ്, എവിടെയാണ് കൊണ്ട് കളഞ്ഞത്, എന്തിനു കൊണ്ട് കളഞ്ഞു എന്ന് അന്വേഷിച്ചുകൊണ്ട് വരുമോ? അന്ന് അതിനുള്ള സംവിധാനമില്ല. ഇന്ന് സാങ്കേതിക വിദ്യ പുരോഗമിച്ച് സംവിധാനമുണ്ട്, അന്വേഷിക്കുന്നു, കൃത്യമായിട്ട് പറയും ഇത് ദൈവം തന്നത് തന്നെയാണ്, പക്ഷെ അത് തന്നത് മറ്റൊരു രീതിയിലാണ്. ഇത്രയേ ഉള്ളൂ.
ഇത് അന്നത്തെ കാലഘട്ടത്തിൽ നടന്ന സിസ്റ്റോമാറ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയെ അവരുടെ സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള വേദങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിനകത്ത് ഉച്ചനീചത്വങ്ങളാണ് ഏറ്റവും നമ്മൾ ക്രിറ്റിസിസം നടത്തേണ്ട ഒരു സംഗതി. ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു സംഗതിയിൽ അടിമത്ത വ്യവസ്ഥയ്ക്ക് എതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ്. അടിമകളെ വിവാഹം കഴിക്കാമെന്ന് കാണിച്ചു തന്ന വ്യക്തിയാണ്. അതിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയും ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത്. അതിന് പകരം ഒരാൾ സെക്സ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ കൃഷ്ണരാജ് വക്കീലിന്റെ ചരിത്രം നോക്കുക. ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള, ഫെമിനിസ്റ്റ് ആണോ ഫെമിനിസ്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ആക്ടിവിസ്റ്റുകളായ കുറേ പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൽ ശ്രീലക്ഷ്മി അറക്കലുണ്ട്, ബിന്ദു അമ്മണിയുണ്ട്, ദിയാസനയുണ്ട്, പിന്നെ വേറൊരു സ്ത്രീയുണ്ട്, അവരൊരു അഡ്വക്കേറ്റ് ആണ്, എനിക്ക് അവരുടെ പേര് അത്ര ഓർമ്മയില്ല, എനിക്കതിൽ ഒരു കേസൊക്കെ കൊണ്ടുകൊടുത്ത പേര് ഓർമ്മയില്ല. ഇപ്പോൾ ഇത്രയും പെണ്ണുങ്ങൾ നിൽപ്പുണ്ട്. ഇത്രയും പെണ്ണുങ്ങൾ നിൽക്കുന്നതിൻ്റെ നടുക്ക് നമ്മുടെ മൈത്രേയന് നിൽക്കുന്നു. ഈ ഫോട്ടോ എടുത്തിട്ട് ഇയാള് വെടികൾ എന്നാ പരാമർശിച്ചേ. സ്ത്രീകളെ വെടികൾ എന്ന് പറഞ്ഞ് പരാമർശിക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനാണ് ഇയാൾ. ഇയാൾക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് മറ്റൊരു മതസമൂഹത്തെ കളിയാക്കാൻ? ഒരു നമുക്കൊരു അമ്മയുണ്ട്, നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ട്, മറ്റു സ്ത്രീകളെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുമോ? വാസവദത്ത പാരമ്പര്യം ഏത് കമ്മ്യൂണിറ്റിയിലാണ്? ഒരുപാട് കാര്യം നമുക്ക് പറയാൻ ഒത്തിരി ഉണ്ട്. ഒരുപാട് ദേവദാസി പാരമ്പര്യം എവിടെയാണുള്ളത്? അത് പോട്ടെ, നായർ കമ്മ്യൂണിറ്റിയിൽ പണ്ട് നടന്നത് മന്നത്ത് പത്മനാഭൻ എഴുതി വെച്ച പുസ്തകത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? എന്തായിരുന്നു അവിടെ നടന്നത്? അവിടെ വന്നിട്ട് എന്തായാലും നായർക്ക് വേണ്ടിയിട്ട് നമ്പൂരിക്ക് വേണ്ടി നമ്പൂരി കട്ടിയിലുണ്ടായിരുന്നു, ചൂട്ടുകറ്റ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്താണ് അവരുടെ കമ്മ്യൂണിറ്റി നടന്നിട്ടുണ്ടായിരുന്നത്? ഒരുപാടൊന്നുമില്ല, കുറച്ച് കാലഘട്ടം മുമ്പ് വരെയുള്ള കഥകളാണ് നമ്മൾ ചോദിക്കുന്നത്. സ്ത്രീകൾ സ്വതന്ത്രരാണ്, അവർക്ക് ആരെയും തീരുമാനിക്കാം എന്ന് പറയുന്നത് വ്യഭിചാരത്തിന് തുല്യമായിട്ടൊരു സംഗതിയല്ലേ അത് എന്താണത്? ഭർത്താവ് അവിടെയുണ്ട്, അവർ വരിക, പ്രോഗ്രാം ചെയ്യുക, പോവുക, കുറച്ച് സ്വത്ത് കൊടുക്കുക. സ്ത്രീകൾ സ്വതന്ത്രരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കാണിക്കുന്ന കുറേയധികം വൾഗാരിസം അതിനകത്തുണ്ട്. നമ്മളല്ല, മന്നത്ത് പത്മനാഭൻ അവരുടെ ഉന്നത നേതാവായ അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹത്തിന്റെ ജീവിത പാരമ്പര്യം തന്നെ എടുത്തു വെച്ച് നോക്കിയാൽ നല്ല സൂപ്പർ കഥയാണ്, വായിക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പൊ സെക്സ് എന്താണ്, അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത് ഇവരുടെ പുരാണ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാകത്തില്ലേ? 5 ഭർത്താവുള്ള ഒരു സ്ത്രീക്ക് വസ്ത്രം ഊരി ആക്ഷേപിക്കപ്പെട്ടു പൊതു സദസ്സിൽ, അതും സഹോദര തുല്യരായ മനുഷ്യരെ കൊണ്ട്. സഹോദരന്റെ ഭാര്യയെ എങ്ങനെ കൺസിഡർ ചെയ്യണമെന്ന് അറിയത്തില്ലേ? ഇത്തരത്തിലുള്ള വൾഗാരിറ്റി ഏറ്റവും കൂടുതലുള്ള അവരവരുടെ വീട്ടിലാണ്. അതായത് സ്വന്തം വീട്ടിൽ നല്ലൊരു മുതുകൂനൻ ഇരിക്കുമ്പോൾ മറ്റൊരാളുടെ മുഖക്കുരു നോക്കി കളിയാക്കുന്നത് പോലെ തന്നെയാണ് കൃഷ്ണരാജ് വക്കീൽ മിക്കവാറും ചെയ്തത്. അയാൾക്ക് ഇങ്ങനെ പറഞ്ഞ് നടക്കുക എന്നുള്ളത് അയാളുടെ ഒരു സ്ഥിര പരിപാടിയാണ്. ഒരു രീതിയിൽ ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വൈക്ലഭ്യം വരും, നമ്മുടെ മതത്തിനെ പറ്റി പറഞ്ഞില്ലെന്ന്. അത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറം അയാൾ ഉദ്ദേശിക്കുന്ന രംഗത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കരുത്. അതായത് ഇസ്ലാമിനെ തോണ്ടി വിട്ടു കഴിഞ്ഞാൽ ഇവരെ അളകും. ഇവർ ഇതിനെ പറ്റി കുറേ അധികം വീഡിയോസ് അങ്ങോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് കുറേ പേര് രംഗത്ത് വരും, ഈ സംഗതി അങ്ങോട്ട് ചൂട് പിടിക്കും, ഇവർക്കെതിരെ സംസാരിച്ചാൽ ഇവർ ഇങ്ങനെ പറയുമെന്ന് പറയും. ഇനി ഇത് നമ്മളിപ്പുറത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുമ്പോൾ നമുക്കെതിരെ ഈ ഇതിന് പറഞ്ഞു മത വികാര വ്രണക്കുരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം കൊണ്ടുവരും. ഇത് നടത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? മെയിൻ ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കൽ എന്ന ഒരു നാടകമാണ് ഇവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ്. എല്ലാ മതത്തിലും അതിൻ്റെതായ പ്രിഷ്യസ്നെസ്സിനോടുകൂടി ചില കാര്യങ്ങളുണ്ട്, അതിൽ നെഗറ്റീവ്സും ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് എല്ലാം ഉൾക്കൊള്ളാനൊക്കത്തില്ല, എനിക്ക് അതിനകത്ത് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഈ 2-3 കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ എതിർക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന അതിൻ്റെ ബെനിഫിറ്റ് ആയിരുന്നു. ആ ബെനിഫിറ്റ് മനസ്സിലാക്കാതെ അതിനെ വക്രീകരിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലേ പ്രശ്നം. സെയിം തന്നെയാണ് ഈ കൃഷിയിടം എന്ന് പറയുന്നത്. സ്ത്രീയെ അങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്. ഫലം തരുന്ന എന്തിനേയും നമ്മൾ സ്ത്രീയായി പരിഗണിക്കപ്പെടുന്നു. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റോട് കൂടി കാണുന്നത് ഏതിനായിരിക്കും? ഏറ്റവും റെസ്പെക്ട് ഏതിനായിരിക്കും? കാളയെ നമ്മൾ കണ്ടിച്ച് തിന്നും, പറഞ്ഞു കേട്ടിട്ടില്ലേ? പശുവിനെ കണ്ടിക്കൂല. എന്തുകൊണ്ടാ? അതാണ് പറഞ്ഞത്. അത് അമ്മയ്ക്ക് തുല്യമായിട്ട് അവർ പരിഗണിക്കുന്നതിൻ്റെ റീസണും അതാണ്. അതൊരു റീസൺ, അത് മനസ്സിലാക്കുക എന്നുള്ള ആ റീസൺ അത് പറയാൻ അറിയാത്തവർ അത് പറയാൻ പോവാതിരിക്കുക, മിണ്ടാതിരിക്കുക. അതല്ലേ നല്ല കാര്യം. കൃഷിയിടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും പുണ്യവതിയായി പരിഗണിക്കപ്പെടുന്നു എന്നാണ് ഇസ്ലാമിൽ. ബാക്കി എനിക്ക് അറിഞ്ഞുകൂടാ. അവർ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ ടൈം അവർക്ക് അറിയാവുള്ളൂ. പിന്നെ കുറേ വേദങ്ങളും ഇതുമൊക്കെ എടുത്തു വെച്ച് നമുക്ക് പറയാം, ഇതിനകത്ത് ഇതിങ്ങനെയുണ്ട്, അതിനകത്ത് ഇതിങ്ങനെയുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ നമ്പേഴ്സ് അനുസരിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് കുറച്ച് അധികം ഞാൻ റെഫറൻസ് എടുത്തതിലൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അത് പറയുന്നത് കൊണ്ട് എന്താ ലാഭം? ഈ വേദം ഇവരെ പഠിപ്പിച്ചു കൊടുത്താൽ തീരാവുന്ന കുഴപ്പമേ ഉള്ളൂ. ഇപ്പം ഇവർക്ക് സൺഡേ ക്ലാസ് ഉണ്ട്, മുസ്ലിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും മസ്ജിദ് ഉണ്ട്. ഇപ്പം ഇതിനകത്ത് പോയി മദ്രസയിൽ പോയി കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ മതം നമ്മളപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. അതിനകത്ത് പ്രത്യേകിച്ച് തെറ്റുകുറ്റങ്ങളില്ല. നിങ്ങളതുപോലെ നിങ്ങളതുപോലെ ചെയ്താൽ ഒരു മനുഷ്യൻ ആ മതത്തിൽ ഉണ്ടാകത്തില്ല. അപ്പർ ക്ലാസ് അല്ലാതെ വേറെ ഒരെണ്ണം അതിനകത്ത് ഉണ്ടാകത്തില്ല എന്നുള്ളത് വാക്കാണ്, ഉറപ്പിച്ച കാര്യമാണ്.
ചുമ്മാ ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കാനായിട്ട് കൃഷ്ണരാജ് വക്കീൽ അവിടെ ഇരുന്നുകൊണ്ട് കമ്പി വർത്താനം പറയുമ്പം അത് കേട്ടുകൊണ്ട് ഇളകാനും അതിന് സംസാരിക്കാനും എന്നോട് ഒന്ന് നിർബന്ധം പറയരുത്. കാരണം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നത് കൃഷ്ണരാജ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റിന് നിങ്ങളൊന്ന് റിയാക്ട് ചെയ്യുമെന്ന്. എൻ്റെ റിയാക്ഷൻ ഇതാണ്, 100% അയാൾ ഒരു ഞരമ്പനാണ്. ആ ഞരമ്പ് വർത്താനമാണ് അയാൾക്ക് അവിടെ ഉള്ളത്. അയാൾക്ക് ഇസ്ലാം മതം എന്നാൽ സെക്സ് ആയിട്ടാണ് കാണുന്നത്. അയാൾക്ക് വേറൊന്നും അതിനകത്ത് കാണുന്നില്ല, അതിൻ്റെ ഇക്വാലിസം കാണുന്നില്ല, സമത്വമായിട്ടുള്ള ഒരു ഇത് കാണുന്നില്ല, അവരുടെ സാഹോദര്യ സ്നേഹം കാണുന്നില്ല, അവരുടെ ഒത്തൊരുമ കാണുന്നില്ല, അവർക്ക് മാനവികമായി ജനാധിപത്യ ബോധമുള്ള മനുഷ്യരായിട്ട് അയാൾക്ക് കാണുന്നില്ല. അതൊന്നുമില്ലാത്ത ഒരു വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് അയാൾ പറയുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു കാറ്റഗറിയേ ഇല്ല. മതബോധം, ജാതി വെറി ഒന്നും അവർക്കില്ല. അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള ആൾക്കാരെ അവർ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. സക്കാത്ത്, സദക്ക, ടാക്സ് പേയ്മെന്റ് ഇതൊക്കെ കൊണ്ടുവന്നത് അവരാണ്. സ്ത്രീകളെ പരിഗണിച്ചത് അവരാണ്. ഈ ആൺമേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിൽ പെണ്ണിന് വിവാഹം കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കണം എന്ന രീതി കൊണ്ടുവന്നത് ഇസ്ലാമാണ്. അപ്പോ ഇതൊക്കെ പറയാതെ ഈ ഒരു കാര്യം മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് പറയുന്നവർക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ കൃഷ്ണരാജ് വക്കീലിന് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് സെക്സ് എന്ന് പറയുന്നത് ജീവിതം എന്നാണ് ഇയാൾ ഇതിനകത്ത് പരാമർശിച്ചിരിക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിന്റെ അമ്മ അച്ഛനും സെക്സ് ചെയ്തുകൊണ്ടല്ലേ വാഴെ നീ ഉണ്ടായത്? നീ സെക്സ് ചെയ്തുകൊണ്ടായത്, നിനക്ക് മക്കളുണ്ടായി, അപ്പൊ നിനക്ക് സെക്സ് വേണ്ടായോ? അതെന്താ, നീ റോക്കറ്റാണോ വിക്ഷേപിക്കുന്നത്? എന്ത് വാഴയോ? ഏതായാലും കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പുരാണത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഇവരുടെ സ്വർഗത്തിൽ മനോഹരങ്ങളായ തടാകങ്ങളുണ്ട്, സ്വർണ്ണ നിറമുള്ള സ്ത്രീകൾ അപ്സരസ് അവിടെ വസിക്കുന്നു. മഹാഭാരതം വനപർവം 168:8-7 ഇനി സുന്ദരമായ നിതംബമുള്ള 1000 സ്ത്രീകൾ അവനെ സ്വർഗത്തിൽ സ്വീകരിക്കുന്നു. മഹാഭാരതത്തിലെ കാര്യമാണ്. 13, 79, 77 ഉള്ള പേജുകളാണ് നിർദ്ദേശിക്കുന്നത്. സ്വർഗത്തിൽ അവൻ ആസ്വദിക്കാം സ്ത്രീകളുമായി രതിബന്ധം. അഥർവവേദം, അത് പിന്നെ വായിക്കേണ്ട കേട്ടോ, ഭയങ്കര സംഭവം. അഥർവവേദവും ഋഗ്വേദവും വായിക്കേണ്ട സംഗതികളാണ്. 4:34-2. ഇനി മത്സ്യപുരാണം 107:5, മഹാഭാരതം 13, 106, 60. യുദ്ധക്കളത്തിൽ മരിച്ച ഒരാൾ സ്വർഗത്തിലെത്തുകയും സ്വർഗത്തിലെ കന്യകമാരോടൊപ്പം ദേവകന്യകളുമായി രതി ആസ്വദിക്കുകയും ചെയ്യുന്നു. പരാശര സ്മൃതി 3:36, ദേവി ഭാഗവതം. ഇത് ഇങ്ങനെ നമുക്ക് ഇതിപ്പോൾ ഞാൻ കുറച്ച് പോഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ട്. ഋഗ്വേദമൊക്കെ എടുത്ത നല്ല സൂപ്പർ സാധനങ്ങൾ, ഒന്നും പറയാനില്ല. സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ടെന്നുള്ളത് തിരിച്ചറിയുള്ളൂ. വായനാശീലമുള്ളവർക്ക് മനസ്സിലാകും കേട്ടോ, അല്ലാത്തവർക്ക് ഇത് പിടി കിട്ടത്തില്ല. ഇനി ബഹുഭാര്യത്വത്തിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിലിംഗ് തരാം. ശ്രീകൃഷ്ണന് 8 മുഖ്യ ഭാര്യമാരുണ്ട്, പിന്നെ 16,000. അതൊരു കൺസെപ്റ്റാണ്, ഞാനതിനെ അംഗീകരിക്കുന്നത്. എന്നാലും 8 ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. ഒരെണ്ണം അതിനെ തേക്കുകയും ചെയ്തു, രാധ ചേച്ചിയ, ഇല്ലയോ? അതുമുണ്ട്. അത് പിന്നെ ഇതിന്റെ ഈ ഉപഭാര്യമാരുടെ കാര്യമൊക്കെ വിശകലനം ചെയ്യുന്നത് വിഷ്ണു പുരാണത്തിലാണ് കേട്ടോ. ശ്രീകൃഷ്ണന്റെ പിതാവായ വാസുദേവന് 14 ഭാര്യമാരാണ്. അത് ബ്രഹ്മപുരാണത്തിലാണ് ഈ കാര്യം എഴുതിയിട്ടുള്ളത്. ഹരിവംശ പുരാണത്തിലും ഉണ്ട് അത്. ചന്ദ്രദേവനായ സോമയ്ക്ക് 27 ഭാര്യമാണ്. അതും ബ്രഹ്മപുരാണത്തിൽ ഉള്ള ഒരു കാര്യമാണ്. അത് പേജ് വേണമെങ്കിൽ എഴുതിക്കൊള്ളുക. 1:173. ബ്രഹ്മ വൈവർത്ത പുരാണം, ബ്രഹ്മഖണ്ഡം 9:42. ശ്രീരാമന്റെ പിതാവ് ദശരഥ രാജാവിന് 3 ഭാര്യമാരാണ്. അതും കറക്റ്റാണ്. 4 മക്കളും 3 ഭാര്യമാരും. രുദ്രന് ഭാര്യമാർ 11 ബ്രഹ്മ വൈവർത്ത പുരാണം, ബ്രഹ്മഖണ്ഡം. ഇന്ദ്രന് 3 ഭാര്യമാരാണ്. ഇന്ദ്രന് പിന്നെ കാണുന്നുള്ള പെണ്ണുങ്ങളായിരുന്നു, ഒന്നും പറയാനില്ല. ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ഓടിപ്പോകുന്നവരാണ് ഇന്ദ്രു. അങ്ങനെ മൊത്തം യോനിമുഖനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അയാള്. മന്ദാർഗിണി മഹർഷിക്ക് 5 ഭാര്യമാരാണ്. വാൽമീകി രാമായണം, അത് കറക്റ്റ് ആണല്ലോ. ശ്രീ മഹാവിഷ്ണുവിന് 3 ഭാര്യമാരാണ്. അതും ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. പ്രകൃതി കണ്ട 6:13-21. മനുവിന് 10 ഭാര്യമാരാണ്. ശ്രീമദ് ഭാഗവതം, മൈത്രിയാണി സംഹിത, ഇത് രണ്ടിനെയും റെഫർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ തരുന്നത്. ശ്രീ ഗണേശന് 2 ഭാര്യമാരാണ്. ഗണേശന് മാത്രമല്ല മുരുകനും 2 ഭാര്യമാരാണ്. അത് ഒരെണ്ണം നാട്ടിൽ വന്നിട്ടാണ് ഒരെണ്ണത്തിനെ എടുത്തതെന്ന് പറയുന്നുണ്ട്. മുരുകനും അങ്ങനെ തന്നെയാണ്. സൗരഭി മുനിക്ക് 50 ഭാര്യമാരാണ്. വേദപുത്രനായ ഹരിശ്ചന്ദ്ര രാജാവിന് 100 ഭാര്യമാരാണ്. നുണയാണെന്ന് പറയുന്നത് ഡീറ്റെയിൽ പറയും. ഐതരേയ ബ്രാഹ്മണൻ അധ്യായം 3, ഖണ്ഡിക 13. ഗരുഡന് ധാരാളം ഭാര്യമാരുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണം, വായു പുരാണം. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 2, 3, 7, 448, 454 പേജുകളിലാണ്. വായു പുരാണം 8, 319 പേജുകളിലാണ്. 1955 ഹിന്ദു വിശ്വാസങ്ങൾ ഈ ബഹുഭാര്യത്വം നിരോധിച്ചത്. അതിവിടെ പറ്റത്തില്ല എന്നുള്ള ഒരു ടൈമിൽ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ബഹുഭാര്യത്വം നിരോധിച്ചത് 1955 അതിന് മുമ്പ് വരെ ഇവിടെ ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതേപോലെ നായർ കമ്മ്യൂണിറ്റിയിൽ ആണുങ്ങൾ എത്ര വേണമെങ്കിലും ആണുങ്ങളെ മാറി മാറി എടുക്കാം എന്നൊരു ടൈമും അതിനകത്തും ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.